നമസ്കാരം. നമ്മൾ നിരന്തരമായിട്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, അതിൽ അമേരിക്കയുടെ കക്ഷി ചേരൽ, ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ചർച്ചയും തീരുന്നില്ല, യുദ്ധവും തീരുന്നില്ല, അനന്തമായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നൊന്നും പറഞ്ഞു. അതുമാത്രമാണ് നമുക്കൊരാശ്വാസമായിട്ടുള്ളത്. നിരന്തരമായിട്ട് ഇറാനും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും ഒക്കെയായിട്ട് ഇന്ത്യയുടെ ബന്ധപ്പെട്ടവർ, വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ നയതന്ത്ര കാര്യാലയവും പ്രധാനമന്ത്രി തന്നെയും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതീവ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ത്യക്കാരെ എല്ലാം സുരക്ഷിതമായിട്ട് അവിടെ നോക്കിക്കൊള്ളണം, അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നൊക്കെയുള്ള വാക്ക് അവരെല്ലാം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന അവിടെ ലഭിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ദുബായിലെ ഒരു ബാർജിൽ മലയാളി കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നു. അതിനെ തുടർന്ന് ഉള്ള അന്വേഷണങ്ങളിൽ അദ്ദേഹത്തിന് പരിക്കു മാത്രമേ പറ്റിയിട്ടുള്ളൂ. അവിടുത്തെ മിലിറ്ററി ആശുപത്രിയിൽ അദ്ദേഹത്തിന് മിലിറ്ററി ഗാർഡുകളുടെ പരിരക്ഷണയിൽ അവിടെ സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് UAE ഗവൺമെൻറ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വീണ്ടും ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇന്ത്യക്കാരുമില്ല. ഇന്ത്യക്കാർ എംബസിയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൈറണുകൾ മുഴക്കുമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ. ഇപ്പോൾ സൈറൻ്റെ പരിപാടി നിർത്തിയിട്ടുണ്ട്. കാരണം ഇറാൻ വാക്ക് കുറച്ചൊക്കെ പാലിച്ചിട്ടുണ്ട്. വലിയ ആക്രമണങ്ങളൊന്നും സിവിലിയൻ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ വന്നു കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് ഈ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിലെ അമേരിക്കൻ നാവിക അല്ലെങ്കിൽ സൈനിക താവളങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുക. നഗരമധ്യത്തിൽ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് താമസിക്കുന്നവർക്കോ വലിയ കുഴപ്പങ്ങളും നാശനഷ്ടങ്ങളും ഭീതിയൊന്നുമില്ല. ആൾക്കാർ റോഡിലിറങ്ങുന്നുണ്ട്, വാഹനങ്ങൾ ഓടിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആഘാതത്തിനും ഒരു ലഘൂകരണമുണ്ട്. ഇതിൻ്റെ ഭാഗങ്ങൾ, മിസൈലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇൻ്റർസെപ്ഷൻ കൊണ്ട് വീഴുന്നുണ്ട്. പക്ഷേ അത്ര ഗുരുതരവും മാരകവും അല്ലാത്ത രീതിയിലുള്ള. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചർച്ചകളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് സാമാന്യമായിട്ട് കരുതാൻ. ഇതുവരെ ഒറ്റ മലയാളി പോലും മരിച്ചിട്ടില്ല. അപ്പോൾ അതും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പറഞ്ഞ വാക്കുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എന്തുകൊണ്ടെന്നാൽ വിടുവായത്തം പറയുന്ന ആളല്ല നരേന്ദ്രമോദി. അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ ഒരു ആശ്വാസം നമുക്കുണ്ട്. അമേരിക്കയോടോ പറഞ്ഞ് അല്ലെങ്കിൽ ഇറാനോടോ ഇസ്രായേലിനോടോ പറഞ്ഞ് യുദ്ധം നിർത്താൻ നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയുക മാത്രമേ രക്ഷയുള്ളൂ. അത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അത് വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. വേണ്ടപ്പോൾ വേണ്ടതുപോലെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രക്ഷുബ്ധമായ കടലിലൂടെ ഓടുന്ന ഇന്ത്യ എന്ന ഈ കപ്പലിൻ്റെ നാവികൻ എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഒട്ടും മോഡിഭക്തിയുള്ള ആളായതുകൊണ്ട് പറയുന്നതല്ല. അദ്ദേഹത്തിന് അതിൻ്റെ തീരുമാനങ്ങൾ വേണ്ടപ്പോൾ എടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം പറയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ആശ്വാസമാണ്. അല്ലാതെ ട്രംപിനെ പോലെ വെളിവുകെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ വെളിവുകെട്ട ഒരു പ്രധാനമന്ത്രി ആയിരുന്നു നമുക്കെങ്കിൽ നമ്മൾ വല്ലാതെ കുഴങ്ങിപ്പോവുകയും പേടിക്കുകയും ചെയ്യണമായിരുന്നു. ഇദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാം. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് പഴയകാല അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യുക്രൈനിലെ യുദ്ധം കടുക്കുകയാണ്. ആ കടുക്കുന്നതെന്ന് പറഞ്ഞാൽ യുക്രൈൻ അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം റഷ്യയ്ക്ക് നേരെ നടത്തിയിരിക്കുന്നു. അതെങ്ങനെ സാധിച്ചു? റഷ്യയുടെ ഒരൊറ്റ റഡാറിൽ പോലും അവരയച്ച ഡ്രോണുകളുടെയോ മിസൈലുകളുടെയോ ചിത്രങ്ങൾ തെളിഞ്ഞിട്ടില്ല. അതേസമയം റഷ്യയ്ക്ക് മാരകമായിട്ടുള്ള ഒരു അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാരമായിട്ടുള്ള പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ എണ്ണ ടാങ്കുകൾക്ക് വലിയ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടുത്തെ പൗരന്മാർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിൽ 24 മണിക്കൂറിനുള്ള യുദ്ധരംഗത്തെ വാർത്തകൾ പറയുന്നത്. ഏതാണ്ട് 42ഓളം പേർക്കാണ് പരിക്ക് ഏൽപ്പിച്ചത് യുക്രൈൻ ആക്രമണത്തിൽ. പുതിയൊരു ഉണർവോടും ശക്തിയോടും പൂർവാധിക ശക്തിയോടുമാണ് ഉക്രൈൻ ഇപ്പോൾ റഷ്യയോട് ആഞ്ഞടിക്കുന്നത്. അതിപ്പോൾ അമേരിക്കയുടെ സഹായത്താൽ അല്ല ഇതെന്നുള്ളതാണ് നമ്മുടെ അത്ഭുതം. അമേരിക്ക ഇപ്പോൾ അവരുടെ തിയേറ്റർ ഓഫ് വാർ എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഉക്രൈനെ അവരങ്ങ് വിട്ടു. ഇതിപ്പോൾ വന്നിരിക്കുന്നത് റഷ്യ ആരോപിക്കുന്നതും ഇത് ബ്രിട്ടൻ്റെ കളിയാണ് എന്ന് പറഞ്ഞാൽ റഷ്യ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നത്
അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഒരു സ്റ്റോം ഷാഡോ സ്ട്രൈക്ക് ആണ് എന്നാണ്. ഈ സ്റ്റോം ഷാഡോ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അയക്കുന്ന മിസൈലുകൾ ഒരിക്കലും ഒരു റഡാറിലും പ്രത്യക്ഷപ്പെടുകയില്ല. റഡാറിൽ പ്രത്യക്ഷപ്പെടാതെ തന്നെ വന്ന് അറ്റാക്ക് നടത്തുന്ന അത്തരം മിസൈലുകളെയാണ് നമ്മൾ സ്റ്റോം ഷാഡോ മിസൈൽ എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടൻ്റെ ടെക്നോളജിയാണ്. ഒരു പക്ഷേ കറക്റ്റായിട്ട് പറഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും കൂടി 1994 വളരെ പണ്ട് തന്നെ ആർജിച്ച ഒരു ടെക്നോളജിയാണ്. ലോകത്തിൽ വേറൊരു രാഷ്ട്രത്തിനും അങ്ങനെ ഒരു ടെക്നോളജി ഇല്ല. ആ ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ മിസൈലുകളെ തങ്ങളുടെ റഡാറിൽ കാണാൻ കഴിയാഞ്ഞത്. അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റം, അതാണല്ലോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഉപയോഗിച്ചത്, നമ്മളെ രക്ഷിച്ചത്. ആ ഡിഫൻസ് സിസ്റ്റത്തിൽ പോലും പതിയാത്ത രൂപത്തിലാണ് ഇത് വന്ന് ആക്രമണം നടത്തി വലിയൊരടി ഇപ്പോൾ റഷ്യയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി ഉരുത്തിരിയുന്നത് എന്താണെന്ന് വെച്ചാൽ യുക്രൈൻ്റെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ, അത് ഏതൊരു ഡ്രോണിനെയും ഏതൊരു മിസൈലിനെയും തടയാൻ തക്ക പ്രാപ്തിയുള്ളതാണ്. ഇപ്പോൾ ഈ ഡിഫൻസ് സിസ്റ്റം ഇവർ UAE അയച്ചിരിക്കുകയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചയിൽ ഈ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഗൾഫിൽ വയ്ക്കണം, അതിനുശേഷം വേണം യുദ്ധം തുടങ്ങാൻ എന്നൊരു അഭിപ്രായഗതി വന്നിരുന്നു. അത് പുച്ഛിച്ചു തള്ളി. എന്തോന്ന് യുക്രൈൻ പരാജയപ്പെട്ട രാഷ്ട്രമെന്ന് പറഞ്ഞു. അതത്ര നിസ്സാരമല്ല. അങ്ങനെ ഒരു ഡിഫൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഉക്രൈൻ റഷ്യയുടെ ഈ സംഹാരാത്മകമായിട്ടുള്ള യുദ്ധത്തെ ചെറുത്തു നിൽക്കുന്നത് എന്നിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ യുക്രൈൻ ഇത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ബ്രിട്ടൻ്റെ സഹായമുണ്ട്. ഇപ്പോൾ ഇതാണൊരു പുതിയ യുദ്ധമുഖം തുറക്കാൻ പോകുന്നത്. അതായത് ബ്രിട്ടൻ യുക്രൈനെ സഹായിച്ചു ഞങ്ങളെ ആക്രമിക്കാൻ എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടനെതിരെ കൂടി യൂറോപ്പിനെതിരെ കൂടി റഷ്യ ഇപ്പോൾ ഒരു ആക്രമണ മുഖം തുറക്കും. അത് ലോകത്തിൻ്റെ സ്ഥിതിഗതികൾ വല്ലാതെ വഷളാക്കും. എന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന മഹായുദ്ധത്തേക്കാൾ പ്രഹരശേഷിയുള്ള ഒരു യുദ്ധമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും രാഷ്ട്രങ്ങൾ ഇതിലെ പക്ഷം ചേരുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. വളരെ വളരെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ്. സംഗതികളൊക്കെ വളരെ കൈവിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, സ്വതേ ദുർബല പിന്നെ ഗർഭിണി. ഇപ്പോൾ തന്നെ ലോകം വിലക്കയറ്റത്തിൻ്റെയും അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഊർജ പ്രതിസന്ധി വേറെ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുമ്പോൾ, ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് നമ്മളെ LPG സിലിണ്ടറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ ക്ഷാമത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് റഷ്യ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ കൂടി നമുക്ക് ഒരു വഴി അടയുകയാണ് ചെയ്യുക. സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യ, എല്ലാ രാജ്യങ്ങളും ഉക്രൈനും അതുപോലെ റഷ്യയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ നേതൃത്വം അതിലിടപെട്ടുകൊണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ എസ്കലേറ്റ് ചെയ്യാതെ വഷളാവാതെ നോക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് സീയിലുള്ള റഷ്യയുടെ പൈപ്പ് ലൈനുകൾ എല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്നാണ് റഷ്യ തന്നെ സമ്മതിക്കുന്നത്. ഈ സ്റ്റോം ഷാഡോ എന്ന് പറയുന്ന മിസൈൽ വഴി ഇതെന്തായാലും മൈക്രോ ഇലക്ട്രോണിക് ടെക്നോളജിയിൽ ഉണ്ടാക്കപ്പെടുന്ന ഒന്നാണ്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ്. കാരണം റഡാറിൽ ഇത് കാണാൻ കഴിയില്ല. 42 പേർക്ക് പരിക്ക് പറ്റിയിരിക്കുക. ആരും മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ആണിപ്പോൾ കീവ് ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് എന്നുള്ള മാധ്യമത്തിൽ കൂടിയാണ് ഇത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അവകാശവാദത്തെ യുക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യ ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടനോട് പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റോം ഷാഡോ സ്ട്രൈക്ക് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തി എന്നുള്ളതാണ് അവരുടെ ആരോപണം. അപ്പോൾ തീർച്ചയായിട്ടും ബ്രിട്ടൻ അതിനോട് എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാം. അവരുടെ പങ്കുണ്ടെന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഏറ്റവും വേഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഒരു ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ റഷ്യയുടെ ഈ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഡിപ്പോകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു പുതിയ തരത്തിലുള്ള ഒരു നശീകരണമാണ് എന്നാണ് യുദ്ധകാര്യ നിരീക്ഷകർ
ഇതിനെപ്പറ്റി പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഏഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലും പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നു എന്നുള്ളതാണിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. എവിടെയെങ്കിലും നിൽക്കുന്ന അല്ല ഈ യുദ്ധം, അത് കൈവിട്ട് പോയിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് ഇതെത്തി നിൽക്കുന്നത്. ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടാവുന്നില്ല, പരിഹാരത്തിനുള്ള ശ്രമങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.